സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നീണ്ട 24 ദിവസത്തെ കാത്തിരിപ്പിനാണ് തിങ്കളാഴ്ച വിരാമമാകുന്നത്. കണക്കുകൂട്ടലുകൾക്കും അവകാശവാദങ്ങൾക്കും അവസാനം തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ വ്യക്തമായി തുടങ്ങും. തിങ്കളാഴ്ച രാവിലെ 8-ന് കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായാണ് 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആകെ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി കൊല്ലം ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിനായി 220 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 220 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയമിച്ചിട്ടുണ്ട്. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി 118 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 229 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയമിച്ചിട്ടുണ്ട്. മൈക്രോ ഒബ്സർവർമാരായി യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ടേബിളുകളിൽ 220 പേരും പോസ്റ്റൽ സർവീസ് ബാലറ്റ് എണ്ണുന്ന ടേബിളുകളിൽ 118 പേരും ഉണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനായുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരാണ് ഉണ്ടാവുക. സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവരും, EVM വോട്ടുകൾ എണ്ണുന്നതിനുള്ള ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും ഉണ്ടാവും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലേതിന് 8 വീതവും, കരുനാഗപ്പള്ളി, ചവറ, പുല്ലൂർ എന്നിവിടങ്ങൾക്കായി 7 വീതവും, ചാത്തന്നൂരിനായി 6-ഉം, ഇരവിപുരത്തിന് 5 ടേബിളുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി കുന്നത്തൂരിനായി 5 ടേബിളുകളും, കരുനാഗപ്പള്ളിക്കായി 4 ടേബിളുകളും, കൊട്ടാരക്കരയ്ക്ക് 3 ടേബിളുകളും, ചവറ, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ചാത്തന്നൂർ മണ്ഡലങ്ങൾക്കായി 2 വീതവും, ഇരവിപുരത്തിന് 1 ടേബിളുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.